What you going to do? What you going to say? ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങൾ താമസിച്ച ബേഡ്ഫോർഡ് എന്ന് പറയുന്ന ഡോർസെറ്റിലെ ഒരു ടൗണിലെ ഒരു തേഴ്സ്ഡേയും സാറ്റർഡേയും ഉണ്ടാകുന്ന ഒരു സ്ട്രീറ്റ് മാർക്കറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ലഭ്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഞാനിങ്ങനെ സ്ട്രീറ്റ് മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ മറൈൻ ഡ്രൈവിലൊക്കെ പോയി കാണുന്ന പോലെ അതുകൊണ്ടൊക്കെ എനിക്ക് തോന്നി. നല്ല തിരക്കായതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ഞാനതുകൊണ്ട് ഫോട്ടോസാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ പുതിയതും പഴയതുമായ എല്ലാവിധ സാധനങ്ങളും ലഭ്യമാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ടൗണുകളിൽ നമ്മൾ എവിടെ പോയാലും സ്ഥിരമായി കാണുന്നൊരു കാഴ്ചയാണ് മ്യൂസിക് ബാൻഡ്, സ്ട്രീറ്റ് മ്യൂസിക് ബാൻഡ്. അവരുടെ അതിമനോഹരമായ ഒരു പെർഫോമൻസ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. What you going to do? What you going to say? What you going to say? Say you love it true. If you say you love it true, they will come back. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഒരു പബ്ബിൽ, അവിടുത്തെ ഒരു ഫേമസ് പബ്ബിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ്. പബ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഫീലാണ്. ഭയങ്കര ടേസ്റ്റിയാണ് പബ് ഫുഡ്. ഞങ്ങൾ അവിടുന്ന് ബർഗറും ചിക്കൻ സാലഡും ഒക്കെ കഴിച്ച് അതിനുശേഷം ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ലൈം റേജസ് എന്ന് പറഞ്ഞ ഒരു കോസ്റ്റൽ ടൗണിലേക്കാണ് പോയത്. ലൈം റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിഷിംഗ് ഹാർബറും അതിനോടൊപ്പം വരുന്ന ഒരു ബീച്ചുമാണ്. ഇവിടെ നമുക്ക് ഒരുപാട് ഷോപ്പിങ്ങും അതുപോലൊക്കെ ബോട്ടിങ്ങും ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ഫിഷിങ്ങിന് കടലിൽ പോകാം. മണിക്കൂറിന് ആണ് റേറ്റ്. അങ്ങനെ പലതരത്തിലുള്ള കോഴ്സുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഈ മറീനയിൽ കൂടെ നമുക്ക് നന്നായിട്ട് വോക്ക് ചെയ്യാനൊരു പാത്ത് വേ ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഏകദേശം നമ്മൾ കടലിൽ കൂടെ നടക്കുന്ന ഒരു ഫീലിൽ നമുക്ക് ഇവിടെ ആ പാത്ത് വേ കൂടെ നമുക്ക് നടന്ന് ഒരു നല്ല 360 ഡിഗ്രിയിലുള്ള വ്യൂ ഈ ലൈം റേജസിനെ പറ്റി നമുക്ക് കിട്ടും. ഈ ലൈം റേജസിൻ്റെ ഈ ഒരു സൈഡിലത്തെ ബീച്ച് പെബിൾസ് ഉള്ള ഒരു ബീച്ചും അപ്പുറത്തെ സൈഡിൽ നല്ല ക്ലിയർ സാൻഡി ബീച്ചസുമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നല്ല കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ, ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ എൻജോയ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ ആ പാത്ത് വേ കൂടെ ഒക്കെ നടന്ന് നന്നായി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്, പക്ഷേ സ്റ്റെപ്പ് കയറാൻ വയ്യാത്തതുകൊണ്ടുള്ള മടി കാരണം അവർ താഴെ കൂടെയാണ് നടന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ല സണ്ണി വെതറും ആയതുകൊണ്ട് വിഷ്വൽസിനൊക്കെ നല്ല ക്ലാരിറ്റിയും നല്ല വിഷ്വൽസൊക്കെ എടുക്കാൻ സാധിച്ചു. ഒരുപാട് ആളുകൾ ഇങ്ങനെ ഫ്രീ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലൈം റേജസിൽ വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെ ഞങ്ങൾ നടക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന ധാരാളം ബോട്ടുകളൊക്കെ ഞങ്ങൾക്ക് അവിടെ അടുത്ത് കാണാൻ സാധിച്ചു. കുറേ പേരൊക്കെ മീനൊക്കെ അൺലോഡ് ചെയ്ത് കണ്ടെയ്നറിലാക്കി പോകുന്നതൊക്കെ കാണാൻ സാധിച്ചു. നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു. ഇനി നമുക്ക് ആ ദൂരെ കാണുന്ന ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി നമുക്ക് നടന്ന് അങ്ങോട്ട് പോകണം. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ബീച്ച്. അധികം ആളുകളൊന്നുമില്ല, വീക്ക് ഡേയ്സ് ആയതുകൊണ്ട്. എന്നാൽ കുറച്ചധികം പേര് വായനയും ഒക്കെ ആയിട്ട്, കളികളും ഒക്കെ ആയിട്ട് അവരുടെ ലോകത്ത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇതിക്കുട്ടനും വന്ന ഉടനെ മണ്ണിൽ കളിക്കാൻ ആരംഭിച്ചു. അവിടെ നിന്ന് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് കുറേ അധികം നല്ല സീ വ്യൂ ഹൗസുകൾ കാണാം. അതിലൊരെണ്ണം എനിക്ക് വളരെയധികം അട്രാക്റ്റ് ചെയ്ത്. ഇത് വളരെ ഓൾഡായിട്ടുള്ളൊരു ഹൗസാണ്. അതിൻ്റെ ആ ഒരു വാട്ടർ ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ എനിക്ക് വളരെ ഓടായിട്ട് തോന്നി. അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു കോട്ട പോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമൊക്കെ നമുക്ക് കാണാം. ആ കോട്ട പോലെയുള്ള ഏരിയയിൽ നമുക്ക് ഒരുപാട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു നല്ല കനാലൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. സത്യത്തിൽ ഈ ഫോർട്ട് പോലെ ഇരിക്കുന്ന ഈ ഒരു ക്രിയേഷൻ എന്തിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുമ്പോൾ അവിടെ ഒരു മറൈൻ തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നു. മേ ബി അതിൻ്റെ ഭാഗമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. നല്ല ഒരു സണ്ണി ഡേ ആയതുകൊണ്ട് തന്നെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഞങ്ങൾ അവിടുന്ന് പിന്നെ തിരിച്ച് നടന്ന് പോരുമായിരുന്നു. ഞങ്ങളുടെ 3ാമത്തെ ദിവസത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് നടന്നു. അങ്ങനെ ലൈം റേജസിനോട് വിട പറഞ്ഞ് തിരിച്ച് റൂമിൽ ചെന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ കേംബ്രിഡ്ജിലേക്ക് യാത്ര തിരിച്ചു.
വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഡോർസെറ്റ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. 3 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഞങ്ങൾക്ക് പക്ഷേ ഒരുപാട് ഏരിയ ഒന്നും വിസിറ്റ് ചെയ്യാൻ സാധിച്ചില്ല. വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ വിസിറ്റ് ചെയ്തുള്ളൂ. പക്ഷേ വിസിറ്റ് ചെയ്ത ഏരിയയൊക്കെ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളും നല്ല വിഷ്വൽസും നല്ല വെതറും ഒക്കെ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ട് മൊത്തത്തിൽ ഞങ്ങളുടെ ട്രിപ്പ് അടിപൊളിയായിരുന്നു എന്ന് പറയാം. നമുക്കിനി ഏകദേശം 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് കേംബ്രിഡ്ജിലേക്ക് തിരിച്ച്. ഇടയ്ക്ക് നമുക്ക് സർവീസിലൊക്കെ നിർത്തി പോകണം. അതുകൊണ്ട് കുറച്ചുകൂടി സമയം എടുക്കുമായിരിക്കും. ഞങ്ങൾ വന്ന വഴിക്ക് ഒരു സർവീസിൽ കയറി. അപ്പോൾ സർവീസിൽ കയറിയപ്പോൾ കണ്ട ഒരു വണ്ടിയാണിത്. പഴയ കാറാണോ അതോ റേസിംഗ് വണ്ടികൾ വല്ലതും ആണോ എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഒരു വിൻറ്റേജ് മോഡലായിരുന്നു. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ സർവീസിൽ കയറി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ജസ്റ്റ് ഒരു ബിഗിനേഴ്സാണ്. അപ്പം ഞങ്ങളുടെ ഫ്ലോസൊക്കെ ഞങ്ങളോട് ക്ഷമിക്കുക. വരും വീഡിയോസൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.